നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രത്യേക ലെറ്ററിനെ കുറിച്ചാണ്. അത് ആർ എന്ന അക്ഷരമാണ്. നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരം ആർ ആണെങ്കിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എന്തായിരിക്കും? നെഗറ്റീവ് സൈഡ് എന്തായിരിക്കും? ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ പേര് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ പേരിന്റെ ആദ്യ അക്ഷരവും നമ്മുടെ ജീവിതം പോലും നിർണയിക്കും എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങളുടെ പേര് തുടങ്ങുന്നത് ആറിലാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെയോ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ആരെങ്കിലും പേര് തുടങ്ങുന്നത് ആറിലാണെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതിന്റെ കൃത്യത മനസ്സിലാക്കാൻ അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആർ എന്ന അക്ഷരമാണ് നിങ്ങളുടെ പേരിന്റെ ആദ്യ അക്ഷരമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കുക. ആർ എന്ന അക്ഷരത്തിന് സംഖ്യാശാസ്ത്രത്തിൽ 18 എന്ന നമ്പറാണ് കണക്കാക്കുന്നത്. 18 എന്ന നമ്പർ നമ്മളെ വിഭജിക്കുമ്പോൾ 1 + 8 എന്നാകും. ഇവിടെ 1 സൂര്യനെ പ്രതിനിധീകരിക്കുന്ന നമ്പറാണ്, 8 ശനിയെ പ്രതിനിധീകരിക്കുന്ന നമ്പറുമാണ്. ഇനി 1ഉം 8ഉം ചേർന്നാൽ 9 ലഭിക്കും. 9 ചൊവ്വയുടെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള ആളുകളുടെ ഉള്ളിൽ ഈ 3 ശക്തികളുടെയും സ്വാധീനം കാണാനായിട്ട് സാധിക്കും. സൂര്യന്റെ ആത്മവിശ്വാസം, ശനിയുടെ കഠിനാധ്വാനം, ചൊവ്വയുടെ ധൈര്യം. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നവയായിരിക്കും. ഇനി ആദ്യമായി പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബഹുമുഖ പ്രതിഭയായ വ്യക്തിയായിരിക്കും. ഒരേ സമയം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങൾ പോലും വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ ഒരു ലക്ഷ്യം കയറിയാൽ അതിനുവേണ്ടി നിങ്ങൾ വളരെ ശക്തമായിട്ട് പരിശ്രമിക്കുന്നവരായിരിക്കും. ചെറിയ പരാജയങ്ങൾ കൊണ്ട് തളരുന്നവരല്ല നിങ്ങൾ. പലപ്പോഴും ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വീണ്ടും ഉയർന്നു വരാനുള്ള അത്ഭുതകരമായ കഴിവ് നിങ്ങൾക്കുണ്ടാകും. ഇത്തരക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ശക്തരായി തോന്നിച്ചാലും ഉള്ളിൽ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിരിക്കും. ആരെങ്കിലും മനസ്സിൽ തട്ടുന്ന രീതിയിൽ സംസാരിച്ചാൽ അത് നിങ്ങൾ പുറത്തു കാണിക്കാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് പല രാത്രികളും നിങ്ങൾ ഒറ്റയ്ക്ക് ചിന്തിച്ചുകൊണ്ട് സമയം ചിലവഴിക്കുന്നവരുമായിരിക്കാം. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. ഒരു ഗ്രൂപ്പിൽ നിന്നാലും കുടുംബത്തിൽ നിന്നാലും ജോലിസ്ഥലത്ത് നിന്നാലും ആളുകൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം നിങ്ങളുടെ സംസാര ശൈലിയിലും പെരുമാറ്റത്തിലും ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. നിങ്ങൾ ഒരിക്കൽ ദേഷ്യപ്പെട്ടാൽ പിന്നീട് പറയുന്ന വാക്കുകൾ പലപ്പോഴും മറ്റുള്ളവരെ ആഴത്തിൽ വേദനിപ്പിക്കാൻ ഇടയാക്കും. പിന്നീട് അതിൽ നിങ്ങൾക്ക് തന്നെ വിഷമം തോന്നും. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് കുറച്ച് ചിന്തിക്കുന്ന സ്വഭാവം വളർത്തിയാൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ പലപ്പോഴും എല്ലാവരെയും വിശ്വസിക്കുന്നവരായിരിക്കും. ആരെങ്കിലും സ്നേഹത്തോടെ പെരുമാറിയാൽ അവരെ വളരെ വേഗം മനസ്സിലേക്ക് കയറ്റുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാകും. പക്ഷെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലവട്ടം ചതിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ എല്ലാവരോടും നല്ല മനസ്സോടെ പെരുമാറുക. എന്നാൽ ജീവിതത്തിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒരാളെ മുഴുവനായി വിശ്വസിക്കുന്നതിന് മുൻപ് പലതവണ ചിന്തിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ പണം കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥയും പലർക്കും ഉണ്ടാകും. കാരണം സ്വന്തക്കാരെ സഹായിക്കാനും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി ചെലവഴിക്കാനും നിങ്ങൾ മടിക്കാത്തവരായിരിക്കും. ചിലപ്പോൾ ഇതേ കാരണത്താൽ പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരാം. സ്നേഹബന്ധങ്ങളിൽ നിങ്ങൾ വളരെ സത്യസന്ധരായിരിക്കും. ഒരാളെ മനസ്സിൽ കയറ്റിയാൽ അവർക്കായി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും.
പക്ഷെ തിരിച്ചു കിട്ടുന്ന അവഗണന നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ പോലും ഇടയാക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സ് മാത്രം നോക്കാതെ അവരുടെ സ്വഭാവവും ആത്മാർത്ഥതയും കൂടെ മനസ്സിലാക്കണം. ആർ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന പലർക്കും ആത്മീയതയോടും ദൈവവിശ്വാസത്തോടും ഒരു പ്രത്യേക അടുപ്പമുണ്ടാകാറുണ്ട്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ ദൈവവിശ്വാസമാണ് നിങ്ങളെ പലപ്പോഴും വീണ്ടും ഉയർത്തി നിർത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. ചിലപ്പോൾ അതിവേഗം തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം കാരണം നല്ല അവസരങ്ങൾ പോലും നഷ്ടപ്പെടാൻ ഇടയാകും. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുൻപ് 2 പ്രാവശ്യം ആലോചിക്കുന്ന ശീലം വളർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ പലപ്പോഴും നിങ്ങൾ തന്നെ വില കുറച്ചു കാണുന്ന സ്വഭാവവും ഉണ്ടാകും. എനിക്ക് ഇത്രയേ കഴിയൂ എന്നൊരു ചിന്ത ചില സമയങ്ങളിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കും. പക്ഷെ സത്യത്തിൽ നിങ്ങൾക്ക് വലിയ ഉയരത്തിലെത്താനുള്ള കഴിവുണ്ട്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നല്ല സ്ഥാനവും അംഗീകാരവും നേടാൻ കഴിയും. നിങ്ങളിൽ സൂര്യന്റെ ശക്തിയുണ്ട്, ശനിയുടെ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രന്റെയും ചൊവ്വയുടെയും ഇൻഫ്ലുവൻസും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 തരത്തിലുള്ള ഊർജങ്ങളെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. സൂര്യനും ചന്ദ്രനും ഒരാളുടെ ജീവിതത്തിൽ ഒരുമിച്ച് ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഒരു ഭാഗത്ത് പുരുഷന്റെ ധൈര്യവും ആത്മവിശ്വാസവും തീരുമാനമെടുക്കാനുള്ള ശക്തിയും ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് സ്ത്രീയുടെ ഇമോഷണൽ സൈഡും കരുതലും സ്നേഹവും മനസ്സിലാക്കാനുള്ള കഴിവും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പല ആളുകളും പുറത്തുനിന്ന് വളരെ ശക്തരായി തോന്നിച്ചാലും ഉള്ളിൽ വളരെ സ്നേഹമുള്ള മനസ്സിന്റെ ഉടമകളായി മാറുന്നത്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ വളരെ വേഗം മനസ്സിലാക്കുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകും. ചിലപ്പോൾ ആരെങ്കിലും ദുഃഖത്തോടെ സംസാരിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിൽ ദിവസങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. അതേസമയം ആവശ്യമായ സമയത്ത് വളരെ ശക്തമായിട്ടുള്ള ധൈര്യവും നിങ്ങൾ കാണിക്കും. ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ പേടിച്ചു മാറി നിൽക്കുന്ന സമയത്ത് പോലും ഇത് ഞാൻ ചെയ്യും എന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന സ്വഭാവം നിങ്ങളിൽ കാണാം. അതാണ് സൂര്യന്റെയും ചൊവ്വയുടെയും ശക്തി. ഇനി ഇവിടെ ശനിയുടെ സ്വാധീനം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിൽ കയറിയാൽ അത് നേടിയെടുക്കാതെ പിന്നോട്ട് പോകാൻ സാധിക്കാത്ത സ്വഭാവം ഉണ്ടായിരിക്കും. അതായത് ഒരു ലക്ഷ്യം നിങ്ങൾ തീരുമാനിച്ചാൽ അതിനായി വർഷങ്ങളോളം കാത്തിരിക്കാനും കഷ്ടപ്പെടാനും തയ്യാറായിരിക്കും. പലപ്പോഴും ആളുകൾ നിങ്ങളെ നോക്കി ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇത്രയും സഹനത്തോടെ എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്ന് അത്ഭുതപ്പെടും. കാരണം നിങ്ങൾക്കുള്ളിൽ ഒരു തരം പിടിവാശിയും ആത്മവിശ്വാസവും ഉണ്ടാകും. ഒരിക്കൽ മനസ്സിൽ പതിഞ്ഞ കാര്യം നിങ്ങൾ എളുപ്പത്തിൽ ഉപേക്ഷിക്കാറില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് മൈൻഡും സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഏത് കാര്യമായാലും അതിന്റെ പ്രായോഗിക വശം ആദ്യം ചിന്തിക്കുന്നവരായിരിക്കും നിങ്ങൾ. മറ്റുള്ളവർ വെറും വിനോദമായിട്ട് കാണുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഇതിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ചിന്തിക്കും. ഉദാഹരണത്തിന് ഒരാൾ ഒരു ചെറിയ ജോലി തുടങ്ങുമ്പോൾ പോലും നിങ്ങൾ അതിന്റെ ഭാവി എന്തായിരിക്കും, അതിലൂടെ വളർച്ചയുണ്ടാകുമോ, സാമ്പത്തിക നേട്ടം ലഭിക്കുമോ എന്നൊക്കെ വളരെ വേഗം മനസ്സിൽ കണക്ക് കൂട്ടുന്നവരായിരിക്കും. സത്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിലേക്കും മുഴുവൻ മനസ്സോടെ ഇറങ്ങിപ്പോകുന്നവരല്ല. ആദ്യം നിങ്ങളുടെ മനസ്സ് അതിനോട് ഒരു ചോദ്യം ചോദിക്കും: ഇത് ചെയ്താൽ എനിക്ക് എന്താണ് പ്രയോജനം? ഈ ചിന്ത ചിലപ്പോൾ മറ്റുള്ളവർക്ക് സ്വാർത്ഥതയായി തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം തേടുന്ന മനോഭാവമാണ്. നിങ്ങൾ സമയം ചിലവഴിക്കുന്നതും പ്രയത്നം നൽകുന്നതും വികാരങ്ങൾ പങ്കിടുന്നതും എല്ലാം ഒരു അർത്ഥമുള്ള കാര്യത്തിനായിരിക്കണം എന്നാണ് നിങ്ങളുടെ ഉള്ളിലെ സ്വഭാവം പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ സമയം കളയുന്ന ബന്ധുക്കളെയോ കാര്യങ്ങളെയോ നിങ്ങൾ അധികകാലം സഹിക്കാത്തത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായി അതിൽ നിന്ന് അകന്നുപോകും. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ കഠിനമായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടെന്ന് തോന്നിച്ചാലും ഉള്ളിൽ സ്ഥിരമായി സ്നേഹിക്കാനും അംഗീകരിക്കാനും ആഗ്രഹിക്കുന്ന മനസ്സായിരിക്കും. മാത്രമല്ല ഇവിടെ 9 എന്ന അക്കത്തിന്റെ സ്വാധീനം വളരെ ശക്തമായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഒരു മേഖലയിൽ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളായിരിക്കില്ല. ജീവിതത്തിലെ പല മേഖലകളിലും കൈവച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും പരീക്ഷിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ചിലർ ഒരു ജോലി മാത്രം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായിരിക്കും. ഒരേ സമയം ബിസിനസ്, ജോലി, സോഷ്യൽ മീഡിയ, കലാരംഗം, ആത്മീയത, ഇങ്ങനെ പല മേഖലകളിലും താല്പര്യം കാണിക്കുന്നവരായിരിക്കും നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ടാകും.
ഒരു കാലത്ത് വളരെ ഉയരത്തിൽ എത്തിയതുപോലെ തോന്നിയിട്ടുണ്ടാകും. പിന്നീട് ഒരിക്കൽ പെട്ടെന്ന് ചില നഷ്ടങ്ങളും തിരിച്ചടികളും വന്നിട്ടുണ്ടാകും. പിന്നെയും അവിടെ നിന്ന് ഉയർന്നു വന്ന അനുഭവവും നിങ്ങൾക്കുണ്ടാകും. പൊതുവെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു നേരായ വര പോലെ പോകുന്ന ഒന്നായിരിക്കില്ല. ഒരു ഗ്രാഫ് പോലെ ഉയർച്ചയും താഴ്ചയും നിറഞ്ഞ യാത്രയായിരിക്കും. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യവും നേരിടാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും. ജീവിതത്തിൽ എത്ര കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും ഇതും കടന്നു പോകും എന്നൊരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് സഹജമായിട്ടുള്ള ധൈര്യവും ഇച്ഛാശക്തിയും വളരെ കൂടുതലാണ്. പലപ്പോഴും നിങ്ങൾ പുറത്തുനിന്ന് വളരെ കൂളായിട്ടുള്ള വ്യക്തിയായി തോന്നിച്ചാലും ഉള്ളിൽ ഒരു യോദ്ധാവിന്റെ മനസ്സ് കൊണ്ടു നടക്കുന്നവരായിരിക്കും. എത്ര ആളുകൾ നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിച്ചാലും വീണ്ടും ഉയർന്നു വരാനുള്ള ഒരു ആന്തരിക ശക്തി നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളിൽ മാനുഷികതയും വളരെ കൂടുതലായിരിക്കും. ആരെങ്കിലും വിഷമത്തിലാണെങ്കിൽ അവരെ സഹായിക്കണമെന്ന തോന്നൽ സ്വാഭാവികമായി വരും. ചിലപ്പോൾ സ്വന്തം പ്രശ്നങ്ങൾ മറന്ന് മറ്റുള്ളവർക്കായിട്ട് ഓടുന്ന സ്വഭാവം പോലും നിങ്ങളിൽ കാണാം. ആർ എന്ന അക്ഷരത്തിലാണ് നിങ്ങളുടെ പേര് തുടങ്ങുന്നതെങ്കിൽ ശാരീരികമായിട്ട് നോക്കിയാലും നിങ്ങൾക്ക് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാകും. നല്ല ഭംഗിയുള്ള മുഖഭാവം, ആളുകളെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം, സംസാരത്തിൽ ഒരു പ്രത്യേക സ്റ്റൈൽ, ഇവ സാധാരണയായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പുതിയ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കും. പുതിയ പുതിയ ഐഡിയകൾ, വ്യത്യസ്ത ചിന്തകൾ, മറ്റുള്ളവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വേഗം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾക്ക് അറിവിനോടുള്ള ആകർഷണവും വളരെ കൂടുതലായിരിക്കും. പല വിഷയങ്ങളിലും അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നൊരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും നിങ്ങളെ നല്ല അറിവുള്ള വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം നേടാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസവും കഴിവും നേതൃഗുണവും എല്ലാം ഒരുമിച്ചുള്ളവയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വെല്ലുവിളികൾ നിറഞ്ഞ കാര്യങ്ങൾ വന്നാലും, അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമായാലും ബിസിനസ് ആയാലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളായാലും, നിങ്ങൾ അതിനെ ഭയന്ന് പിന്മാറുന്നവരായിരിക്കില്ല. പലർക്കും പേടിയാകുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ വളരെ ധൈര്യത്തോടെ നേരിടും. കാരണം നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകും. പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയാൽ ജീവിതം ജയിക്കാനാവില്ല എന്ന ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങളെ വളരെ എളുപ്പത്തിൽ പേടിപ്പിക്കാനോ തകർക്കാനോ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പോരാളിയുടെ മനസ്സുണ്ട്. പലർക്കും അസാധ്യമായി തോന്നുന്ന കാര്യങ്ങൾ പോലും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന ആത്മവിശ്വാസത്തോടെ നേരിടുന്നവരായിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയായിരുന്നാലും സ്വാഭാവികമായിട്ട് ഒരു ലീഡറുടെ സ്ഥാനത്തേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഫുട്ബോൾ ടീമിലോ ഒരു കൂട്ടായ്മയിലോ ഒരു ജോലി സ്ഥലത്തിലോ ആയാലും ആളുകളെ ഒരുമിച്ച് നിർത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി മാറും. നിങ്ങൾ ഒരു യഥാർത്ഥ ടീം പ്ലെയർ ആയിരിക്കും. സ്വന്തം വിജയം മാത്രം നോക്കുന്ന ആളല്ല നിങ്ങൾ. കൂടെയുള്ള ആളുകളെയും ഉയർത്തിക്കൊണ്ടു പോകണം എന്നൊരു മനോഭാവം നിങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് പലരും നിങ്ങളോട് സ്വാഭാവികമായി അടുപ്പം കാണിക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ പ്രശ്നമുണ്ടായാലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടാകും. ചിലപ്പോൾ എല്ലാവരും നിരാശപ്പെടുന്ന സമയത്ത് പോലും നമുക്കിത് ചെയ്യാം എന്ന് ആത്മവിശ്വാസം കൊടുത്ത് ആളുകളെ പ്രചോദിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ. പക്ഷേ ഇവിടെ ചന്ദ്രന്റെ സ്വാധീനം വളരെ ശക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സ് എല്ലായ്പ്പോഴും ഒരേ നിലയിൽ തുടരണമെന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം അടുത്ത ആഴ്ച നെഗറ്റീവായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് വളരെ ആത്മവിശ്വാസത്തോടെ തീരുമാനമെടുത്താലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വീണ്ടും സംശയങ്ങൾ വരാൻ ഇടയാകും. ഇതാണ് ചന്ദ്രന്റെ സ്വഭാവം. മനസ്സിനെ ഒരേ നിലയിൽ നിർത്താതെ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്ന ശക്തിയാണ് അത്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുന്നത്. ഒരു കാര്യത്തിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാൽ പോലും പിന്നീട് മനസ്സിൽ ചോദ്യങ്ങൾ വരാം. ഇത് ശരിയായ തീരുമാനമാണോ? ഞാനിത് ചെയ്യണോ വേണ്ടയോ? അത് ചെയ്താൽ വിജയിക്കുമോ? അല്ലെങ്കിൽ ഞാൻ തെറ്റായ വഴിയിലാണോ പോകുന്നത്? ഇത്തരത്തിലുള്ള ആശങ്കകൾ നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും ഉയരും. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ശക്തരായി തോന്നിച്ചാലും ഉള്ളിൽ ചില ചിന്തകളുമായിട്ട് പോരാടുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ചില സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വളരെ ആവേശത്തിലായിരിക്കും. വലിയ സ്വപ്നങ്ങളും ആത്മവിശ്വാസവും ഉണ്ടാകും. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ അതേ മനസ്സ് പെട്ടെന്ന് ക്ഷീണിച്ചു പോവുകയും നെഗറ്റീവ് ചിന്തകളിലേക്ക് മാറുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം
മാനസിക സ്ഥിരതയാണ്. ഒരിക്കൽ ഒരു നല്ല തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. ഓരോ ചെറിയ മാറ്റത്തോടും മനസ്സ് മാറുന്ന സ്വഭാവം കുറയ്ക്കാൻ പഠിക്കണം. ധ്യാനം, പ്രാർത്ഥന, പ്രകൃതിയോട് അടുപ്പം, നല്ല ആളുകളുമായിട്ടുള്ള ബന്ധം ഇവ നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ സ്റ്റേബിൾ ആക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കും. കാരണം സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. എന്നാൽ അതേ മനസ്സ് സ്ഥിരതയില്ലാതെ പോയാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും തീരുമാനങ്ങളിൽ സ്ഥിരത പുലർത്താനും നിങ്ങൾ പഠിച്ചാൽ ജീവിതത്തിൽ വളരെ വലിയ ഉയരങ്ങളിലെത്താൻ കഴിയുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതുമാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടിൽ എവിടെയെങ്കിലും അനീതിയോ അന്യായമോ നടക്കുന്നത് നിങ്ങൾ കണ്ടാൽ അത് കണ്ടില്ലെന്ന് നടിച്ച് മാറിപ്പോകുന്ന വ്യക്തികളായിരിക്കില്ല നിങ്ങൾ. ആ കാര്യം ശരിയാക്കണം, അതിനെതിരെ നിൽക്കണം എന്നൊരു ശക്തമായ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകും. അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾ വലിയ ശാഠ്യവും പിടിക്കും. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ ഇതാണ് ശരി എന്ന് ഉറച്ചാൽ പിന്നീട് എത്ര പേർ എതിർത്താലും അതിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചില സമയങ്ങളിൽ നിങ്ങളിലുള്ള വാശിയും പിടിവാശിയും മറ്റുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ ശക്തമായിരിക്കും. ഒരിക്കൽ ഒരു കാര്യം മനസ്സിൽ കയറിയാൽ അത് തീരുന്നത് വരെ അതിൽ നിന്ന് മനസ്സ് മാറ്റാൻ നിങ്ങൾ തയ്യാറാകില്ല. അതുകൊണ്ടാണ് പലരും നിങ്ങളെ വളരെ ഡിറ്റർമൈൻഡ് ആയ വ്യക്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. ചിലപ്പോൾ ഈ സ്വഭാവം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. എന്നാൽ ചില സമയങ്ങളിൽ അതേ പിടിവാശി ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്കും കാരണമാകാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരോടും വളരെ പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ശാന്തമായ സൗമ്യമായ വ്യക്തിത്വമുള്ള ആളായി തോന്നും. ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ആളുകൾ നിങ്ങളെ എളുപ്പത്തിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മറ്റൊരു മുഖം പുറത്തു വരും. ഒരാൾ നിങ്ങളെ ആവർത്തിച്ച് വേദനിപ്പിക്കുകയോ അന്യായമായി പെരുമാറുകയോ ചെയ്താൽ നിങ്ങൾ വളരെ മൂർച്ചയുള്ള വാക്കുകൾ പറയുന്ന വ്യക്തിയായി മാറാം. ചില സമയങ്ങളിൽ വളരെ പൗരുഷത്തോടെയും കടുപ്പത്തോടെയും പ്രതികരിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. കാരണം നിങ്ങൾ സാധാരണയായി ക്ഷമയോടെ പെരുമാറുന്നവരായാലും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഒന്നും സഹിക്കാത്ത സ്വഭാവവുമുണ്ട്. ഇനി R എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരുടെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്നാമതായിട്ട് നേതൃത്വമാണ്. ഈ അക്ഷരത്തിന് സ്വാഭാവികമായിട്ടുള്ള നേതൃഗുണവുമായി വളരെ വലിയ ബന്ധമുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം ജീവിതത്തിൽ വരും. കുടുംബത്തിലോ ജോലിസ്ഥലത്തോ സമൂഹത്തിലോ ആളുകളെ നയിക്കേണ്ട സ്ഥാനത്തേക്ക് നിങ്ങൾ എത്താൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് നമ്പർ 2, അനുകമ്പയും കരുതലും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ കരുതലുണ്ടാകും. ആളുകളുടെ വിഷമങ്ങൾ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും സഹായിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്നേഹപൂർണ്ണ സ്വഭാവം നിങ്ങളിൽ കാണാം. നമ്പർ 3, ആദർശവാദം. നിങ്ങൾ ഒരു നല്ല ആദർശവാദിയായിരിക്കും. ജീവിതത്തിൽ ചില തത്വങ്ങളെയും മൂല്യങ്ങളെയും ശക്തമായി വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ അതിനെതിരെ നിൽക്കാനും സമൂഹത്തിൽ നല്ല മാറ്റം വരണമെന്ന് ആഗ്രഹിക്കാനും നിങ്ങൾക്ക് സ്വാഭാവികമായൊരു മനോഭാവം ഉണ്ടാകും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. നിങ്ങളുടെ സംസാര ശൈലി, പെരുമാറ്റം, ആത്മവിശ്വാസം ഇതെല്ലാം ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ചില ആളുകൾക്ക് ജന്മന ഒരു കാന്തിക ശക്തി ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളിൽ ഒരാളായിരിക്കും നിങ്ങൾ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ചിരിക്കും. നിങ്ങൾ ഒരു കാര്യം ആത്മാർത്ഥമായി പറഞ്ഞാൽ അതിൽ പ്രചോദനം കണ്ടെത്തുന്നവരും ഉണ്ടാകും. ഇനി നമ്പർ 5, സ്വാതന്ത്ര്യബോധം. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സ്വന്തം സ്വാതന്ത്ര്യം വേണം. ആരുടെയും നിയന്ത്രണത്തിൽ പൂർണ്ണമായി ജീവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കണം എന്നൊരു ശക്തമായ മനോഭാവം ഉണ്ടാകും. അതിനാൽ വളരെ നിയന്ത്രണങ്ങളുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ പോലെ തോന്നാം. നിങ്ങളുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തത് ഇൻഡ്യൂഷൻ അഥവാ അവബോധം. നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരിക്കും. ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സ് ഒരു സൂചന നൽകും. ഉദാഹരണത്തിന്, ഒരു പുതിയ വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ ഇയാളുടെ ഉദ്ദേശം അത്ര നല്ലതല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് മനസ്സിൽ പെട്ടെന്ന് തന്നെ വന്നേക്കാം. അതിന് വ്യക്തമായ തെളിവൊന്നും ഇല്ലാതിരുന്നാലും ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്വാഭാവിക ബോധം നിങ്ങളെ മുന്നറിയിപ്പ് നൽകും. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ഇത് ചെയ്യണം എന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ശക്തമായ തോന്നലും ഉണ്ടാകും. ഇനി അതിശയകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ആദ്യത്തെ തോന്നലുകൾ പലപ്പോഴും ശരിയായി തന്നെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ആ ഉള്ളറ ശബ്ദത്തെ വളരെ ശക്തമായി വിശ്വസിക്കുന്നവരുമായിരിക്കും. ഇനി നമ്പർ 7, കലാപരവും സൃഷ്ടിപരവുമായിട്ടുള്ള മനസ്സ്.
നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് ചിന്തകൾ ഉണ്ടാകും. സംഗീതം, എഴുത്ത്, കല, ഡിസൈൻ, മീഡിയ, സംസാരകല ഇത്തരത്തിലുള്ള സൃഷ്ടിപരമായിട്ടുള്ള മേഖലകളോട് സ്വാഭാവികമായൊരു ആകർഷണം ഉണ്ടാകും. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും സാധാരണ കാര്യങ്ങളെ വ്യത്യസ്തമായി ചിന്തിക്കാനും നിങ്ങൾക്ക് കഴിവുണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ളവർ കാണാത്ത സാധ്യതകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ നേരിട്ട് പറയാതെ കലാപരമായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും നിങ്ങൾ. ചിലർ സംഗീതത്തിലൂടെയും ചിലർ എഴുത്തിലൂടെയും ചിലർ സംസാര ശൈലിയിലൂടെയും അവരുടെ ഉള്ളിലെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ നിങ്ങളിലും അത്തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് എനർജി ഉണ്ടായിരിക്കും. നല്ല കലാപരമായിട്ടുള്ള കഴിവും പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനുള്ള ശേഷിയും നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ നിങ്ങളുടെ ചിന്താശേഷിയെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അടുത്തത് സാഹസികതയാണ്. നിങ്ങൾ പൊതുവെ സാഹസികമായ കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന വ്യക്തികളായിരിക്കും. ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നേടണം, പുതിയ സ്ഥലങ്ങൾ കാണണം, വ്യത്യസ്ത സംസ്കാരങ്ങളെ മനസ്സിലാക്കണം, പുതിയ ആശയങ്ങൾ പഠിക്കണം. ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ മനസ്സിൽ നിങ്ങൾക്കുണ്ടാകും. സാധാരണ ജീവിത രീതിയിൽ ഒതുങ്ങി ജീവിക്കുന്നതിനേക്കാൾ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം നിങ്ങളെ എപ്പോഴും മുന്നോട്ട് നയിക്കും. ചിലപ്പോൾ ആളുകൾ ചെയ്യാൻ പേടിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാകും. ഇനി അവസാനമായിട്ട് പറയാനുള്ള പ്രധാന ഗുണമാണ് ഇമോഷണൽ സെൻസിറ്റിവിറ്റി, അതായത് വൈകാരിക സംവേദനക്ഷമത. നിങ്ങൾ സ്വന്തം വികാരങ്ങൾക്കും മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ലോജിക്കലായും പ്രാക്ടിക്കലായും ചിന്തിക്കുന്നതിനേക്കാൾ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ കൂടുതൽ പ്രതികരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരാളുടെ വാക്കുകളിൽ സ്നേഹമുണ്ടോ ഇല്ലയോ, ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ, ഇതൊക്കെയാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. പലപ്പോഴും ആളുകളുടെ വികാരങ്ങൾ നിങ്ങളെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ വിഷമം നിങ്ങളുടെ വിഷമമായി എടുത്ത് ചിന്തിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകും. ഒരാൾ കരയുമ്പോൾ നിങ്ങളും ഉള്ളിൽ വിഷമിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ആളുകൾ നിങ്ങളെ വളരെ ഹൃദയമുള്ള വ്യക്തി എന്ന് പറയുന്നത്. പക്ഷേ ഇതേ ഇമോഷണൽ സ്വഭാവം ചില സമയങ്ങളിൽ നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കാനും ഇടയാക്കും. കാരണം മറ്റുള്ളവരുടെ വാക്കുകളും പെരുമാറ്റങ്ങളും നിങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലേക്ക് എടുക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് R എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളുടെ പോസിറ്റീവ് സൈഡിനെ കുറിച്ചാണ്. ഇനി അവരുടെ ചില നെഗറ്റീവ് സൈഡുകളെ കുറിച്ചുകൂടെ നോക്കാം. ഒന്നാമതായിട്ട്, പുതിയ സാഹചര്യങ്ങളോട് വളരെ വേഗം പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോഴുള്ള ഒരു ജീവിത രീതിയിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു രീതിയിലേക്ക് മാറേണ്ടി വന്നാൽ മനസ്സ് അതിനെ എളുപ്പത്തിൽ അംഗീകരിക്കണമെന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ചില ആശയങ്ങളോ തത്വങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു പുതിയ ചിന്തയെയോ വീക്ഷണത്തെയോ ഉടൻ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം. കാരണം ഒരിക്കൽ ഒരു കാര്യത്തെ ശരിയെന്ന് വിശ്വസിച്ചാൽ പിന്നീട് അതിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് സമയം വേണ്ടിവരും. ഇനി അടുത്തത്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഇച്ഛാശക്തിയുണ്ട്. ഒരു കാര്യത്തിൽ മനസ്സ് ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുന്നത് വരെ വിട്ടുമാറാതെ നിൽക്കുന്ന സ്വഭാവമുണ്ട്. ഇത് ഒരു ഭാഗത്ത് നിങ്ങളുടെ വിജയത്തിന് കാരണമാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഇടയാക്കാം. കാരണം ചില സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയത്തും നിങ്ങൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സ് ഒരിക്കൽ ഇതാണ് ശരി എന്ന് തീരുമാനിച്ചാൽ പിന്നീട് മറ്റൊരാളുടെ അഭിപ്രായം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാകാം. അതുകൊണ്ട് തന്നെ ചിലർ നിങ്ങളെ വളരെ പിടിവാശിയുള്ള ആളാണ് എന്ന് പറയാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ആവേശപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ വളരെ ആവേശത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളായിരിക്കും. ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നിയാൽ അതിൻ്റെ എല്ലാ പരിണിത ഫലങ്ങളും ആലോചിക്കാതെ തന്നെ അതിലേക്ക് എടുത്തു ചാടാൻ സാധ്യതയുണ്ട്. പിന്നീട് ആ തീരുമാനം ശരിയായിരുന്നോ എന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നാം. പ്രത്യേകിച്ച് വികാരങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുകയോ പെട്ടെന്ന് തീരുമാനമെടുക്കുകയോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പസമയം എടുത്ത് ശാന്തമായി ചിന്തിക്കുന്ന ശീലം വളർത്തുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. സത്യത്തിൽ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ്. കാരണം വികാരത്തിന്റെ ആവേശത്തിൽ എടുത്ത ചില തീരുമാനങ്ങൾ പിന്നീട് വലിയ വിഷമങ്ങൾക്കും നഷ്ടങ്ങൾക്കും കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വഭാവം നിയന്ത്രിക്കാൻ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം കൊണ്ടുവരും. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലോ ബന്ധങ്ങളിലോ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ
പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതെ കുറച്ചു സമയമെടുത്ത് ആലോചിക്കുന്ന ശീലം വളർത്തണം. ഇനി അടുത്തത് സ്ഥിരതയില്ലായ്മയാണ്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും മാറ്റം ആഗ്രഹിക്കുന്ന മനോഭാവം. നിങ്ങൾ ഒരേ രീതിയിലുള്ള ജീവിതത്തിൽ ഏറെക്കാലം തുടരാൻ ബുദ്ധിമുട്ടുന്ന വ്യക്തികളായിരിക്കും. പുതിയ അനുഭവങ്ങൾ, പുതിയ ആളുകൾ, പുതിയ ആശയങ്ങൾ, പുതിയ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സ് എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നോക്കിയാൽ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണമാണ്. കാരണം ഇത് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുകയും പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഇതേ സ്വഭാവം ചിലപ്പോൾ ദീർഘകാല ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനും ഇടയാക്കും. ഉദാഹരണത്തിന്, ഒരേ ജോലി, ഒരേ അന്തരീക്ഷം, ഒരേ രീതിയിലുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങളെ മാനസികമായിട്ട് ബോറടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ സ്ഥിരതയോടെ ഒരു കാര്യത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം. ജീവിതത്തിൽ എല്ലായ്പ്പോഴും എന്തെങ്കിലും പുതിയ മാറ്റം വേണമെന്ന ആഗ്രഹം നിങ്ങളിൽ ശക്തമായിരിക്കും. പക്ഷേ എല്ലാ സമയത്തും മാറ്റം മാത്രമല്ല, ചില കാര്യങ്ങളിൽ സ്ഥിരതയും അത്ര തന്നെ പ്രാധാന്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ് അശ്രദ്ധ. ഈ പേരുള്ള പല ആളുകൾക്കും ചില സാഹചര്യങ്ങളിൽ വളരെ അശ്രദ്ധയായി പെരുമാറാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ സുരക്ഷ, ഭാവി പ്രശ്നങ്ങൾ, അപകട സാധ്യതകൾ, ഇതൊക്കെ പൂർണ്ണമായിട്ട് ആലോചിക്കാതെ പ്രവർത്തിക്കാറുണ്ടാകും. ശരിയായ പ്ലാനിംഗ് ഇല്ലാതെ ചില കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്ന സ്വഭാവം ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ, സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പുതിയ ആളുകളെ വിശ്വസിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചെറിയൊരു അശ്രദ്ധ പോലും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നിങ്ങൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അതേ അതിരുകടന്ന ആത്മവിശ്വാസം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനും ഇടയാക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ അല്പം കൂടുതൽ ക്ഷമയോടെയും സൂക്ഷ്മതയോടെയും കാര്യങ്ങളെ സമീപിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും. സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ ശക്തിയും കഴിവുമുണ്ട്. പക്ഷേ ആ ശക്തിയെ ശരിയായ ദിശയിൽ നിയന്ത്രിക്കാനും സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങൾ നേടാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ഇനി അതുപോലെ തന്നെ അശ്രദ്ധ മൂലം പല അപകടങ്ങളും സ്വയം ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യതയും നിങ്ങളിൽ ഉണ്ടാകാം. അതുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയും പ്ലാനിങ്ങും കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ന്യൂനതയാണ് ഓവർലി കോമ്പറ്റീറ്റീവ്, അതായത് അമിതമായ മത്സര സ്വഭാവം. മത്സരബോധം എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഗുണമാണ്. അത് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തും മത്സര മനോഭാവം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ ജയിക്കണം, മുന്നിലെത്തണം, മറ്റുള്ളവരെ മറികടക്കണം എന്നൊരു ശക്തമായിട്ടുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകും. അത് പലപ്പോഴും നിങ്ങളെ വിജയത്തിലേക്ക് നയിച്ചാലും ചില സമയങ്ങളിൽ അനാവശ്യ സമ്മർദ്ദങ്ങൾക്കും ബന്ധങ്ങളിൽ അകലം വരുന്നതിനും കാരണമാകും. ഉദാഹരണത്തിന്, ഒരു ചെറിയ കാര്യത്തിലും ഞാൻ തോൽക്കരുത് എന്ന ചിന്ത കൂടുതലാകുമ്പോൾ മനസ്സിൽ സ്ഥിരമായൊരു ടെൻഷൻ ഉണ്ടാകാം. ചിലപ്പോൾ വിശ്രമിക്കേണ്ട സമയത്ത് പോലും നിങ്ങൾ സ്വന്തം മനസ്സിനോട് മത്സരം ചെയ്യുന്ന അവസ്ഥ വരാം. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ഒരു മത്സരമായി കാണാതെ ചില കാര്യങ്ങൾ സമാധാനത്തോടെ സ്വീകരിക്കാനും പഠിക്കണം. ഇനി അടുത്തത് ഇംപേഷ്യൻസ് അഥവാ അക്ഷമയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കണമെന്നാണ് സാധാരണയായിട്ട് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉടൻ കാണണം എന്നൊരു ആവേശം നിങ്ങളിൽ ഉണ്ടാകും. പക്ഷെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങൾക്കും സമയം ആവശ്യമാണ്. ഈ കാത്തിരിപ്പാണ് പലപ്പോഴും നിങ്ങളെ മാനസികമായിട്ട് ക്ഷീണിപ്പിക്കുന്നത്. കുറച്ചു സമയം കാത്തിരിക്കേണ്ട സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിരാശപ്പെടുകയോ സ്ട്രെസ് അനുഭവിക്കുകയോ ചെയ്യാം. ചിലപ്പോൾ എന്തുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നില്ല എന്ന ചിന്ത മനസ്സിൽ വരാം. അതുകൊണ്ട് ക്ഷമ എന്ന ഗുണം ജീവിതത്തിൽ വളർത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഓർമ്മിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ വൈകിയെത്തുന്ന പല കാര്യങ്ങളും പിന്നീട് വളരെ സ്ഥിരതയുള്ള വിജയങ്ങളായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഓരോ കാര്യത്തിനും അതിൻ്റെ സമയമുണ്ടെന്ന് മനസ്സിലാക്കി ശാന്തമായി മുന്നോട്ട് പോകാൻ പഠിക്കണം. ഇനി അടുത്തതായിട്ട് പറയാനുള്ള ഒരു ന്യൂനതയാണ് സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്ത. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എനിക്കെന്ത് ഗുണം, എനിക്കെന്ത് നേട്ടം, എൻ്റെ ജീവിതത്തിന് എന്ത് പ്രയോജനം എന്ന ചിന്ത സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് വരും. ഇത് ഒരു ഭാഗത്ത് പ്രാക്ടിക്കൽ ചിന്തയാണ്. കാരണം എല്ലാവരും സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കും.
പക്ഷെ ചില സമയങ്ങളിൽ ഈ ചിന്ത കൂടുതലായാൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ അവഗണിക്കുന്ന അവസ്ഥ വരാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു വിഷയം എത്ര സങ്കീർണമാണെങ്കിലും ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്ന ഭാഗത്തായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മറ്റെല്ലാം മാറിപ്പോയാലും നിങ്ങൾ മനസ്സിൽ കരുതിയ ലക്ഷ്യം നേടിയാൽ മാത്രമേ മനസ്സിന് പൂർണ്ണ തൃപ്തി ലഭിക്കൂ എന്നൊരു സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും പ്രാധാന്യം നൽകാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട നെഗറ്റീവ് സൈഡാണ് ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവവും ക്ഷമയും ചില സമയങ്ങളിൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ വരാം. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ അതീവ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ അതേസമയം നിങ്ങളുടെ പ്രതീക്ഷകളും ശക്തമായിരിക്കും. ഒരു ബന്ധത്തിൽ ബഹുമാനവും വിശ്വാസവും സ്വാതന്ത്ര്യവും നിങ്ങൾ വളരെ പ്രാധാന്യമായി കാണും. എന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ പിടിവാശിയും പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവവും വികാരപരമായ മാറ്റങ്ങളും കാരണം ബന്ധങ്ങളിൽ ചെറിയ അകലം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രശ്നമുണ്ടായാൽ ഉടൻ ശാന്തമായി സംസാരിക്കുന്നതിനേക്കാൾ ഉള്ളിൽ വേദന കൊണ്ടു നടക്കുകയോ അല്ലെങ്കിൽ കടുപ്പത്തോടെ പ്രതികരിക്കുകയോ ചെയ്യാം. അതുകൊണ്ട് സ്ഥിരതയുള്ള സമാധാനപരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് R എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ളവരുടെ ചില പ്രധാന നെഗറ്റീവ് വശങ്ങളെ കുറിച്ചായിരുന്നു. ഈ ന്യൂനതകളെ എങ്ങനെ കുറയ്ക്കാം, ജീവിതം കൂടുതൽ പോസിറ്റീവായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതും നോക്കാം. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് സ്വാഭാവികമായ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് ആളുകളെ നിയന്ത്രിക്കാനുള്ള രീതിയിലല്ല, പ്രചോദിപ്പിക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് മാതൃകയായി മാറുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. അടുത്തത്, മറ്റുള്ളവരുടെ നന്മയിൽ ആത്മാർത്ഥമായിട്ടുള്ള കരുതൽ കാണിക്കുക. ഒരാൾക്ക് സഹായം ആവശ്യമായ സമയത്ത് കഴിയുന്ന സഹായം നൽകാൻ തയ്യാറാകുക. ആശയവിനിമയത്തിൽ സൗമ്യതയും ദയയും വളർത്തുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കും. മൂന്നാമതായിട്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന തത്വങ്ങളും മൂല്യങ്ങളും ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക. പല വെല്ലുവിളികളും വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങളെ വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ആത്മാർത്ഥതയും വിശ്വാസ്യതയും മറ്റുള്ളവർക്കും പ്രചോദനമാകുന്ന രീതിയിൽ ജീവിക്കുക. നമ്പർ 4, സ്വാതന്ത്ര്യം നല്ലൊരു ഗുണമാണ്. പക്ഷെ ജീവിതത്തിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ടതില്ല. ആവശ്യമായ സമയത്ത് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാനും ടീമായി പ്രവർത്തിക്കാനും പഠിക്കണം. നിങ്ങൾക്ക് സ്വന്തം സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ കൂടുതൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയും. ഓർമ്മിക്കണം, പലപ്പോഴും വലിയ വിജയങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് നേടുന്നതല്ല, നല്ലൊരു ടീം മനോഭാവത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. R എന്ന അക്ഷരം ആന്തരിക ബോധത്തോടും ആത്മീയമായ ഒരു ശക്തിയോടും ബന്ധമുള്ള അക്ഷരമാണ്. നിങ്ങളുടെ മനസ്സ് നൽകുന്ന ആദ്യ സൂചനകളെ അവഗണിക്കാതിരിക്കുക. പലപ്പോഴും നിങ്ങളുടെ ഉള്ളറ ശബ്ദം ശരിയായ ദിശയിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത്. ധ്യാനം, പ്രാർത്ഥന, ആത്മപരിശോധന, പ്രകൃതിയോട് അടുപ്പം, ഇതൊക്കെയാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയും തെറ്റും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് മാനസിക സമാധാനം നിലനിർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ R എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളുടെ പോസിറ്റീവ് സൈഡുകളും നെഗറ്റീവ് സൈഡുകളും അതുപോലെ തന്നെ അവയെ എങ്ങനെ ശരിയാക്കി മുന്നോട്ട് പോകണം എന്നതും ഞാനിവിടെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ഒത്തുപോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് സത്യത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധനയായി കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.